തിരുവനന്തപുരം നാവായിക്കുളത്ത് ഭർത്താവ് ഭാര്യ തീ കൊളുത്തി കൊല്ലാൻ ശ്രമിച്ചു. വെള്ളൂർക്കോണം ലക്ഷ്മി നിവാസിൽ ബിനുവാണ് ഭാര്യ മുനീശ്വരിയെ അടിച്ചു വീഴ്ത്തിയ ശേഷം പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തിയത്. ഗുരുതരമായി പരിക്കേറ്റ മുനീശ്വരിയെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. രാവിലെ 7 മണിയോടെ ബിനുവും ഭാര്യ മുനീശ്വരിയും തമ്മിൽ വഴക്കുണ്ടായെന്നാണ് സമീപവാസികൾ പറയുന്നത്. തുടർന്ന് ബിനു വടിയും ചുറ്റികയും ഉപയോഗിച്ച് മുനീശ്വരിയെ അടിച്ചു വീഴ്ത്തി. അതിനുശേഷം പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തി. മുനീശ്വരിയുടെ കാലുകൾ ഒടിഞ്ഞു. തലയ്ക്കും മുതുകിനും പരിക്കേറ്റിട്ടുണ്ട്. ശരീരത്തിൽ ഗുരുതരമായി പൊള്ളലേറ്റ മുനീശ്വരിയെ ആദ്യം പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലാണ് പ്രവേശിപ്പിച്ചത്. ആരോഗ്യനില വഷളായതിനെ തുടർന്ന് വിദഗ്ധ ചികിത്സയ്ക്കായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. ആക്രമണത്തിന് ശേഷം കടന്നുകളഞ്ഞ ഭർത്താവ് ബിനുവിനായി പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. കുടുംബ പ്രശ്നങ്ങളാണ് ആക്രമണത്തിന് കാരണമെന്നാണ് പോലീസ് പറയുന്നത്. ഹോം നേഴ്സായി ജോലി ചെയ്യുന്ന മുനീശ്വരിയെ സംശയരോഗത്തെ തുടർന്ന് ആക്രമിക്കുകയായിരുന്നുവെന്നാണ് അയൽവാസികൾ പോലീസിനെ അറിയിച്ചിരിക്കുന്നത്. ക്രൂരമായ മർദ്ദനമാണ് ഭർത്താവ് ബിനുവിൽ നിന്നും മുനീശ്വരിക്ക് ഏൽക്കേണ്ടി വന്നത്. ചുറ്റിക കൊണ്ട് ആദ്യം അടിച്ചു വീഴ്ത്തി, വടിയുപയോഗിച്ച് തുടരെ മർദ്ദിച്ചു. ഇപ്പോഴും മുനീശ്വരി ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ തുടരുകയാണ്. ചന്തു ചന്ദ്രശേഖർ, ന്യൂസ് മലയാളം, തിരുവനന്തപുരം.